നിങ്ങൾ എല്ലാ വർഷവും നാട്ടിലേക്ക് വെക്കേഷന് പോകുന്ന ഒരു പ്രവാസിയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഓരോ വർഷം കഴിയുന്തോറും ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് വളരെയധികം തന്നെ എക്സ്പെൻസീവ് ആവുന്നത്. എയർപോർട്ട് കൗൺസിൽ ഇൻ്റർനാഷണലിലെ അഥവാ ACIൻ്റെ റിപ്പോർട്ട് പ്രകാരം ലാസ്റ്റ് 5 വർഷത്തിൻ്റെ ഉള്ളിൽ ഇന്ത്യയിൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്തത് 43% ആണ്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തത് 16% ആണ്. ലാസ്റ്റ് 5 വർഷത്തിൻ്റെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 10 എയർലൈൻ കമ്പനികളാണ് ഒന്നെങ്കിൽ ക്ലോസ് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ മറ്റൊരു എയർലൈൻ കമ്പനീൻ്റെ ഒപ്പം മെർജായത്. ഇന്ത്യയിലത്തെ എയർലൈൻ കമ്പനീസ് എടുത്തു നോക്കുകയാണെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു എയർലൈൻ കമ്പനി മാത്രമേ ഉള്ളൂ, അതാണ് ഇൻഡിഗോ. ഒരു എയർലൈൻ കമ്പനി റൺ ചെയ്യാന്ന് പറഞ്ഞാൽ സൂപ്പർ ഹാർഡായിട്ടുള്ള ഒരു കാര്യമാണ്. എയർലൈൻ ഇൻഡസ്ട്രിയിലുള്ള പ്രോഫിറ്റ് മാർജിന് 2 to 5% മാത്രമേ വരുന്നുള്ളൂ. ഇതിനു പുറമെ നിങ്ങളൊരു എയർലൈൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ എയർലൈൻ കമ്പനി തുടങ്ങാമെന്ന് പറഞ്ഞാൽ തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനീഷ്യൽ കോസ്റ്റ് വളരെ അധികമായിരിക്കും. ഹൈലി റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. ഇതിനു പുറമെ ഡിമാൻഡും സപ്ലൈയും മറ്റു പല കാര്യങ്ങളും നമ്മൾ ടാക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു എയർലൈൻ കമ്പനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സംടൈംസ് നമ്മൾ എയർലൈൻ ടിക്കറ്റ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കാലിക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ എറണാകുളത്തു നിന്നും നിങ്ങൾക്ക് ഡൽഹിയിലേക്ക് പോകുന്നതിന് കണ്ടിയും ചീപ്പായിട്ട് നിങ്ങൾക്ക് ഈ 2 സ്ഥലത്തു നിന്നും ചിലപ്പം ദുബായിലേക്ക് പോകാൻ പറ്റും. ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് എന്തുകൊണ്ടാണ് നമ്മളെ ഇന്ത്യയിലുള്ള ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ പ്രൈസസ് ഇത്രയും പെട്ടെന്ന് ഇൻക്രീസ് ആവുന്നത് എന്നുള്ളത്. സപ്പോസ് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ പ്രൈസ് 4642 രൂപ ആണെന്ന് നിങ്ങൾ വിചാരിക്കാം. ഇതിൽ ഗവൺമെൻറ്റിൻ്റെ ടാക്സസ് കഴിഞ്ഞിട്ട് എയർലൈൻസിന് കിട്ടുന്നത് വെറും 3478 രൂപ മാത്രമാണ്. അഥവാ 1164 രൂപ ഗവൺമെൻറ്റിൻ്റെ ടാക്സ് എന്നുള്ള രീതിയിൽ പോകുന്നതാണ്. ഈ 1164 ഏകദേശം 5% GST ആണ് വരുന്നത്, 179 രൂപ. GSTക്ക് ശേഷം വരുന്ന ടാക്സ് ആണ് കൊമേഴ്ഷ്യൽ യൂസർ ടെർമിനൽ ഫീ എന്ന് പറയുന്നത്, അഥവാ ക്യൂട്ട് ചാർജസ് എന്ന് പറയുന്നത്. ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്നും ഏകദേശം 50 റുപ്പീസാണ് ഗവൺമെൻറ് ഈ ചാർജസ് ആയിട്ട് കളക്ട് ചെയ്യുന്നത്. പേരുകൊണ്ട് ഈ ചാർജ് ക്യൂട്ട് ആണെങ്കിലും ഇത് എന്തിനു വേണ്ടിയിട്ടാണ് അറിയുക യൂസറിനെ നിന്നും കളക്ട് ചെയ്യുന്നത്. നമ്മളെ എയർപോർട്ടിൽ യൂസ് ചെയ്യുന്ന മെറ്റൽ ഡിറ്റക്ടേഴ്സ്, എസ്കലേറ്റേഴ്സ്, ഇങ്ങനെ എയർപോർട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ പ്രൊഡക്റ്റിൻ്റെയും ചാർജാണ് ക്യൂട്ട് ചാർജ് എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ഈടാക്കുന്നത്. ഇതിനുശേഷം വരുന്ന ചാർജാണ് RCC അഥവാ റീജിയണൽ കണക്ടിവിറ്റി ചാർജസ് എന്ന് പറയുന്നത്. ഇതും ഏകദേശം ഒരു 50 റുപ്പീസിൻ്റെ അടുത്താണ് ചാർജ് ചെയ്യുന്നത്. ഈ ചാർജ് വന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വേലാണ്. 15 ജൂൺ 2016 നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവന്ന ഒരു സ്കീമാണ് ഉഡാൻ. ഉഡാൻ്റെ ഫുൾ ഫോം ഉഡേ ദേശ് കി ഹർ നാഗരിക് എന്നാണ്, അഥവാ നമ്മുടെ സാധാരണക്കാരനും ഫ്ലൈറ്റിൽ പറക്കണം എന്നുള്ളത്. ഉഡാൻ സ്കീമിൻ്റെ ഒബ്ജക്റ്റീവ് വളരെയധികം തന്നെ സിമ്പിളായിരുന്നു. എയർപോർട്ടുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ എയർപോർട്ടുകൾ ഗവൺമെൻറ് ബിൽഡ് ചെയ്യും. ഇതിനുശേഷം അവിടെ വരുന്ന ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റുകളൊക്കെ സബ്സിഡൈസ്ഡ് രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ സാധാരണക്കാർക്കും ഫ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരുന്നു ഈ പ്രൊജക്റ്റിൻ്റെ ഒബ്ജക്റ്റീവ്. പുതിയൊരു എയർപോർട്ട് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഫണ്ട് വേണം. ഈ ഫണ്ടുകളൊക്കെ ഗവൺമെൻറ് കളക്ട് ചെയ്യാൻ തുടങ്ങിയത് എയർലൈൻ കമ്പനീസിൻ്റെ കയ്യിൽ നിന്നാണ്. ഒരു അഡീഷണൽ സെസ് എന്നുള്ള രീതിയിൽ എയർലൈൻ കമ്പനീസ് ഈ അഡീഷണൽ സെസ് അവരുടെ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യാൻ തുടങ്ങി. ഇതിനുശേഷം വരുന്ന ഫീ ആണ് ഏവിയേഷൻ സെക്യൂരിറ്റി ഫീ. ഇത് ഏകദേശം 236 രൂപ ആണ് വരുന്നത്. ഈ ഫീസ് പോകുന്നത് നമ്മൾ എയർപോർട്ടിൽ കാണുന്ന സെക്യൂരിറ്റീസും പിന്നെ CISF അഥവാ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സസുകൾക്കാണ് പോകുന്നത്. ഓൾറെഡി ഗവൺമെന്റ് GST എന്നുള്ള രീതിയിൽ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ മേലെ ചാർജ് ചെയ്യുന്നുണ്ടല്ലോ. ഇതിനുശേഷം എന്തിനു വേണ്ടിയിട്ടാണ് RCC എന്നുള്ള രീതിയിൽ വേറൊരു ഫീ, ഏവിയേഷൻ സെക്യൂരിറ്റി ചാർജ് എന്നുള്ള രീതിയിൽ വേറെ ഫീസ്, ഇങ്ങനെ മറ്റുള്ള പല ഫീസുകളും എന്തിനു വേണ്ടിയിട്ടാണ് ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ മേലെ കൊടുക്കുന്നത് എന്നത് സോഷ്യൽ മീഡിയയിൽ കുറേ പേര് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഐഡിയലി ഒരാൾ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി അതിൻ്റെ മേലെ GST കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഏവിയേഷൻ ഫീസും പിന്നെ RCC ഫീസൊക്കെ ഗവൺമെൻറ് ഈടാക്കുന്നത്? ഈ GST കൊടുക്കുന്നതിന് തന്നെ സെക്യൂരിറ്റി ഗവൺമെൻറ് കൊടുക്കേണ്ടതല്ല. ഇതിനുശേഷം വരുന്ന ഫീ ആണ് യൂസർ ഡെവലപ്മെന്റ് ഫീ അഥവാ UDF. ഇത് ഏകദേശം 649 രൂപ ആണ് വരുന്നത്. ഇത് ഡയറക്റ്റ്ലി പോകുന്നത് എയർപോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ്. ഒരു ഫ്ലൈറ്റ് ഒരു എയർപോർട്ടിൽ ലാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എയർലൈൻസ് ലാൻഡിങ് ചാർജസ് എന്നുള്ള രീതിയിൽ ആ എയർപോർട്ടിന് പേയ്മെന്റ് കൊടുത്തിരിക്കണം. ഇതിനുശേഷം എയർ ട്രാഫിക് കൺട്രോൾ അഥവാ ATC എന്നുള്ള രീതിയിൽ വേറെ ചാർജസും എയർലൈൻസ് എയർപോർട്ടിന് കൊടുക്കണം. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ ബേസ് ഫെയർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ബേസ് ഫെയറിനാണ് ഈ
ഈ എമൗണ്ടും എയർപോർട്ടുകളിൽ പോകുന്നത്. ഓൾറെഡി യൂസർ ഡെവലപ്മെന്റ് ഫീ അഥവാ UDF എന്നുള്ള രീതിയിൽ എയർപോർട്ട് പാസഞ്ചേഴ്സിന്റെ കയ്യിൽ നിന്നും ചാർജസ് ഈടാക്കുന്നുണ്ട്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അഡീഷണൽ ആയിട്ടുള്ള ഈ 2 ഫീസ്? ബേസിക്കലി ഈ എല്ലാ ചാർജസുകളൊക്കെ പാസഞ്ചേഴ്സിന്റെ കയ്യിൽ നിന്നാണ് ഇവർ ഈടാക്കുന്നത്. ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. എയർപോർട്ടുകൾ UDF അഥവാ യൂസർ ഡെവലപ്മെന്റ് ഫീ എന്നുള്ള ചാർജസ് വളരെ അധികം തന്നെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് 2017 UDF ഫീസ് 1069 രൂപയായിരുന്നു പെർ ടിക്കറ്റിന്. ഏപ്രിൽ 2025 ഇത് കറന്റ് 1680 രൂപന്റെ അടുത്താണ്. 2026 ഏപ്രിൽ ആവുമ്പോഴേക്കും ഇത് ഏകദേശം 1820 രൂപ എത്തുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ കൊച്ചിൻ എയർപോർട്ടിൽ യൂസർ ഡെവലപ്മെന്റ് ഫീസ് 2022 ഡൊമസ്റ്റിക് എയർലൈൻസിന് 180 രൂപയായിരുന്നു. ഇന്റർനാഷണൽ എയർലൈൻസിന് 400 രൂപയും. ഏപ്രിൽ 2024 ആവുമ്പം ഡൊമസ്റ്റിക് എയർലൈൻസിൽ ഈ ചാർജ് വരുന്നത് 270 രൂപയും ഇന്റർനാഷണൽ ഫ്ലൈറ്റിന് 570 രൂപയും. യൂസർ ഡെവലപ്മെന്റ് ഫീസിൽ വരുന്ന ഈ ഇൻക്രീസ് എങ്ങനെയായാലും നമ്മളെ ഫ്ലൈറ്റ് ടിക്കറ്റിനും ബാധിക്കുന്നതാണ്. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ നാട്ടിലുള്ള എയർപോർട്ടുകളൊക്കെ പ്രൈവറ്റൈസേഷൻ ചെയ്യുന്നത്. ബേസിക്കലി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ AAI ഒരു ടെൻഡർ വിളിക്കും. ഈ ടെൻഡറിൽ പ്രൈവറ്റ് പ്ലെയേഴ്സ് പങ്കെടുത്തിട്ട് പറയും ഒരു പാസഞ്ചറിന് മാക്സിമം എമൗണ്ട് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ഏത് പ്ലെയറിനാണ് കൊടുക്കാൻ പറ്റാന്നുള്ളത്. ഏറ്റവും കൂടുതൽ എമൗണ്ട് ഏത് പ്രൈവറ്റ് പ്ലെയറിനാണോ കൊടുക്കാൻ പറ്റുന്നത് അവർക്കാണ് അറ്റ് ലാസ്റ്റ് ടെൻഡർ പോവുക. റീസെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അദാനിക്ക് തിരുവനന്തപുരം എയർപോർട്ട് കിട്ടിയത്. അദാനി പെർ പാസഞ്ചറിന് 168 റുപ്പീസ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കൊടുക്കും എന്നത് പറഞ്ഞതിനെ കൊണ്ടാണ് അദാനിക്ക് ഈ ടെൻഡർ കിട്ടിയത്. അഥവാ മറ്റുള്ള പ്ലേയേഴ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പം അദാനിയാണ് ഏറ്റവും കൂടുതൽ പെർ പാസഞ്ചറിന് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് എമൗണ്ട് കൊടുക്കും എന്നുള്ളത് പറഞ്ഞത്. ഇതുപോലെ തന്നെ ജയ്പൂർ, ലക്നൗ, മംഗലാപുരം ഇങ്ങനെയുള്ള മറ്റുള്ള പല എയർപോർട്ടുകളും ഒക്കെ അദാനിക്ക് ടെൻഡറിൽ കിട്ടിയിട്ടുണ്ട്. ഈ പ്രൈവറ്റ് പ്ലേയേഴ്സ് കളക്ട് ചെയ്യുന്ന എമൗണ്ടുകളൊക്കെ അറ്റ് ലാസ്റ്റ് ഇവർ കളക്ട് ചെയ്യുന്നത് പാസഞ്ചേഴ്സിന്റെ കയ്യിൽ നിന്നും തന്നെയാണ്. ഒരു പാസഞ്ചറിന്റെ കയ്യിൽ നിന്നും ഇത്രക്കും എമൗണ്ട് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ എമൗണ്ട് എവിടെ നിന്നും വരണം? അറ്റ് ലാസ്റ്റ് ഈ എമൗണ്ടും പാസഞ്ചറിന്റെ കയ്യിൽ നിന്നും UDFന്റെ ഉള്ളിൽ നിന്നും വരുന്ന ചാർജസ് ആണ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ യൂസർ ഡെവലപ്മെന്റ് ഫീസ് എന്നുള്ള രീതിയിൽ പാസഞ്ചേഴ്സിന്റെ കയ്യിൽ നിന്നും എമൗണ്ട് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിലും മറ്റു പല ചാർജസും എന്നുള്ള രീതിയിലും പാസഞ്ചേഴ്സിന്റെ കയ്യിൽ നിന്നും എയർപോർട്ടുകൾ ചാർജസ് ഈടാക്കുന്നുണ്ട്. ഞാൻ ഇവിടെ പറഞ്ഞ എക്സാമ്പിളിലുള്ള ടിക്കറ്റിന്റെ 75% ഏകദേശം ബേസ് ഫെയർ എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇതിനുശേഷം ഏകദേശം 25% ടാക്സസ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞ 4642 രൂപന്റെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിൽ ഏകദേശം ബേസ് ഫെയർ എന്നുള്ള രീതിയിൽ 3478 രൂപ ആണ് വരുന്നത്. ഇനി നമുക്ക് ബേസ് ഫെയറിന്റെ സ്പ്ലിറ്റപ്പ് എന്താണെന്നുള്ളത് നോക്കാം. ഒരു എയർലൈൻ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വരുന്ന എക്സ്പെൻസ് ആണ് ജെറ്റ് ഫ്യൂവൽ അഥവാ ATF, ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ, വിച്ച് ഈസ് അറൌണ്ട് 30% ഓഫ് ദ ഫ്ലൈറ്റ് ടിക്കറ്റ്. അഥവാ ഈ കേസിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം 1100 രൂപ ആണ് ഇത് വരാം. പക്ഷേ ഇവിടെ പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ ജെറ്റ് ഫ്യൂവൽ അഥവാ ATF ഫ്യൂവൽ ഗവൺമെന്റ് GSTന്റെ അടിയിലല്ല വെച്ചത്. അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റേറ്റിനും അവരുടെ ഇഷ്ടാനുസരണം ഈ ടാക്സസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ചില സ്റ്റേറ്റുകൾ, നമ്മുടെ കേരള പോലെയുള്ള സ്റ്റേറ്റുകളൊക്കെ ജെറ്റ് ഫ്യൂവലിന്റെ ടാക്സസ് വെറും 1% ആക്കിയിട്ട് ചേഞ്ച് ചെയ്തിട്ടുമുണ്ട്. എല്ലാ എയർലൈൻ കമ്പനീസുകളും ആവശ്യപ്പെടുന്നത് ജെറ്റ് ഫ്യൂവൽ ടാക്സസ് GSTന്റെ അടിയിൽ കൊണ്ടുവരണം എന്നാണ്. പക്ഷേ ഗവൺമെന്റ് സ്റ്റിൽ ഇതിനെ പരിഗണിക്കുന്നില്ല. ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നത് ഫ്ലൈറ്റ് എക്സ്പെൻസീവ് ആവാനുള്ള കാരണം ജെറ്റ് ഫ്യൂവൽ എക്സ്പെൻസീവ് ആവുന്നതിനെ കൊണ്ട് ആണെന്നാണ്. പക്ഷേ ഇതല്ല സത്യാവസ്ഥ. ഞാൻ ഈ ജെറ്റ് ഫ്യൂവൽ പ്രൈസിന്റെ ചാർട്ട് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. 2022-2023 ടൈം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ജെറ്റ് ഫ്യൂവൽ എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷേ കറന്റ് പ്രൈസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 2018-2019 ടൈമിലുള്ള പ്രൈസസ് മാത്രമേ ജെറ്റ് ഫ്യൂവലിന് വരുന്നുള്ളൂ. ഇതിനുശേഷം വരുന്ന മെയിൻ ആയിട്ടുള്ള എക്സ്പെൻസസ് ആണ് ഫ്ലൈറ്റിന്റെ മെയിൻ്റനൻസ്. GST വരുന്നതിന് മുന്നേ ഒട്ടുമിക്ക ഫ്ലൈറ്റിന്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്സിന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടാക്സസ് ആയിരുന്നു ഈടാക്കിയിരുന്നത്. ചില പാർട്സിന് 12%, ചില പാർട്സിന് 8%, ചില പാർട്ടിന് 28%. അതുകൊണ്ട് തന്നെ ഈ ടാക്സസ് ഒക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടും എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ ചില ഫ്ലൈറ്റുകൾ ഇന്ത്യയിൽ റിപ്പയർ ചെയ്യേണ്ട ഫ്ലൈറ്റുകൾ ദുബായിലോ സിംഗപ്പൂരിലൊക്കെ പോയിട്ടാണ് റിപ്പയർ ചെയ്തിട്ട് ഇവർ എക്സ്പെൻസുകളൊക്കെ കുറച്ചത്. പക്ഷെ കറൻ്റ്ലി GSTന്റെ അടിയിൽ ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം ഒട്ടുമിക്ക എല്ലാ പാർട്സിനും 5% ഉള്ള രീതിയിലാണ് ഗവൺമെൻറ് വെച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൽ എയർലൈൻ കമ്പനീസിൽ ബേർഡന് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ
ടിക്കറ്റിന് പ്രൈസ് കൂടാനുള്ള വേറൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗോഫസ്റ്റ് എയർലൈൻസിനെ കുറിച്ചിട്ട്. 2023 ജനുവരിയിൽ ഏകദേശം 10,50,000 ആൾക്കാരാണ് ഗോഫസ്റ്റ് എയർലൈൻസ് യൂസ് ചെയ്തത്. ഇത് ഏകദേശം മാർക്കറ്റിന്റെ 8.4% ആണ് വരുന്നത്. ഈ ടൈമിന് ശേഷം ഗോഫസ്റ്റ് എയർലൈൻസ് ബാങ്ക്രപ്റ്റ് ആയി. അതുപോലെ തന്നെ പ്രൈസസ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പാസഞ്ചേഴ്സ് ട്രാവൽ ചെയ്യുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പാസഞ്ചേഴ്സിന് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്ലൈറ്റുകൾ ഒന്നും തന്നെ മാർക്കറ്റിലില്ല. അപ്പോൾ ഓബ്വിയസ്ലി സപ്ലൈ ഡിമാൻഡിൻ്റെ കണക്കനുസരിച്ചിട്ട് പ്രൈസസ് ഇൻക്രീസ് ആവും. കാരണം ഫ്ലൈ ചെയ്യാനുള്ള ആൾക്കാർ കൂടുതലുണ്ട്, പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ഫ്ലൈറ്റുകൾ അവൈലബിൾ അല്ല. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരു ഫ്ലൈറ്റ് വാങ്ങിയിട്ട് അവർക്ക് അത് ഇൻക്രീസ് ചെയ്താൽ പോരെ എന്നുള്ളത്. ഈ ഒരു ഫ്ലൈറ്റ് പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. 2023 ഇൻഡിഗോ എയർലൈൻസ് ഏകദേശം 500 എയർബസ് ഫ്ലൈറ്റിന്റെ ഓർഡറാണ് കൊടുത്തത്. ഇത് വേൾഡിലത്തെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റിനുള്ള ഓർഡറാണ്. അതുപോലെ തന്നെ എയർ ഇന്ത്യ 250 എയർബസും ഇതിനു പുറമെ 220 ബോയിങ് ഫ്ലൈറ്റിനുള്ള ഓർഡറാണ് കൊടുത്തത്. ഈ രണ്ട് എയർലൈൻ കമ്പനീസിന് അറിയാം മാർക്കറ്റിൽ ഓൾറെഡി ഡിമാൻഡ് ഉണ്ട്. ഇതിനു പുറമെ തന്നെ ഫ്യൂച്ചറിൽ ഡിമാൻഡ് കൂടാനും വളരെ സാധ്യതകൾ ഉണ്ട് എന്നുള്ളത്. ഈവൻ ദോ ഈ രണ്ട് എയർലൈൻ കമ്പനീസും 2023 ഫ്ലൈറ്റിന് ഓർഡർ കൊടുത്തത് ഉണ്ടെങ്കിലും ഈ ഫ്ലൈറ്റുകളൊക്കെ ഏകദേശം 2030 ആകുമ്പോഴത്തേക്കാണ് ഡെലിവറി ചെയ്യാൻ പറ്റുക. 2014 ഇന്ത്യയിൽ ഏകദേശം 125ഓളം എയർപോർട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് 2025 ആകുമ്പോഴേക്കും ഏകദേശം 157ന്റെ മേലേക്ക് എത്തിയിട്ടുണ്ട്. എയർലൈൻസുകൾ ഇത്രയും അധികം ഫ്ലൈറ്റുകളിൽ ഓർഡർ കൊടുക്കുന്നതും ഇതേപോലെ എയർപോർട്ടുകൾ ഇൻക്രീസ് ചെയ്യുന്നതും വെച്ച് നമുക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും ഇന്ത്യയിലുള്ള ഏവിയേഷൻ ഇൻഡസ്ട്രി എത്ര പെട്ടെന്നാണ് ഗ്രോ ചെയ്യുന്നത് എന്നുള്ളത്. ഇന്ത്യയിലുള്ള ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ഓപ്പർച്യൂണിറ്റീസ് വളരെയധികം തന്നെ ഗ്രോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഗവൺമെന്റ് ഒട്ടുമിക്ക എല്ലാത്തിനും ടാക്സിന്റെ മേലെ ടാക്സ് ചെയ്യുന്നതിന് പകരം ഇത് കുറയ്ക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക സാധാരണ ആൾക്കാർക്കും ഡൊമസ്റ്റിക് ആയാലും കൂടുതൽ ഫ്ലൈറ്റുകൾ എടുത്തിട്ട് ട്രാവൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേപോലെയുള്ള ടോപ്പിക്കുകൾ ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുള്ളത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. താങ്ക് യു.